അപ്പോൾ അതിലും ഇറക്കിയാണ് പോവാണ്. നമുക്ക് വണ്ടിക്കകത്തുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു പെക്കാഹോളിക്സ്. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ജോബു. അപ്പം ഈ ആഴ്ചത്തെ യാത്ര നമ്മൾ തുടങ്ങുകയാണ്. ഡെൻവർ എന്ന സ്ഥലത്തോടാണ് നമ്മൾ പോകുന്നത്. ചേട്ടൻ പറഞ്ഞത് അടിപൊളി സ്ഥലമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഇന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. നമ്മൾ നോർമലി നൈറ്റാണ് പോകുന്നത്. പക്ഷേ ഈ സ്ഥലം അറൗണ്ട് 2500 കിലോമീറ്റർ അടുത്ത് താഴെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര നേരത്തെ പോയിട്ടും കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് മോർണിംഗ് ആയിട്ടാണ് ഇറങ്ങിയത്. നമുക്കതിലൊരു നേരത്തെ ചെന്നിട്ട് അവിടെ പെട്ട് കിടന്നിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഇന്ന് നല്ല സ്നോയാണ്. എന്തായാലും നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. നല്ല റൂട്ടുകളും നല്ല കാഴ്ചകളും കാണാൻ സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. നല്ല രീതിയിൽ തന്നെ പെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് ബോർഡർ ക്രോസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ലേറ്റ് ആവും ഡെലിവറി ലൊക്കേഷൻ എത്താൻ വേണ്ടി. ഇപ്പോൾ ക്ലൈമറ്റ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ മാറി വരുന്നുണ്ട്. ആ സ്നോയൊക്കെ മാറി നമ്മൾ പിന്നെ ഇത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അറൗണ്ട് ലണ്ടൻ എടുക്കാറായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡെൻവർ എന്ന സ്ഥലത്തോടാണ് പോകുന്നത്. ചേട്ടൻ പറഞ്ഞാൽ നല്ല രസമുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസ് എന്നാണ് പറയുന്നത്. കൊളറാഡോ സ്റ്റേറ്റിലാണ് നമുക്ക് ഈ ഡെൻവർ എന്ന സ്ഥലം വരുന്നത്. ഞാനും എക്സൈറ്റഡ് ആണ്. നമ്മുടെ ഈ റൂട്ട് പുതിയ റൂട്ടാണ്. സാധാരണ നമ്മൾ I40 ആണ് മെയിൻലി കൂടുതലായിട്ട് എടുക്കുന്നത്. പല ഹൈവേസ് കയറി പോകുന്നത് I40 ആണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്. ഈ പ്രാവശ്യം I80 എന്നാണ് പറഞ്ഞത്. അപ്പം പുതിയ റൂട്ടും പുതിയ കാഴ്ചകളും ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് മാക്സിമം നല്ല നല്ല കാഴ്ചകളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഷൂട്ട് ചെയ്ത് ഒരു കംപ്രസ്ഡ് ആയിട്ടുള്ള വീഡിയോ, ലെങ്ത് അധികം എടുക്കാതെ എന്നാലും നല്ല രീതിയിലൊരു വീഡിയോ എടുക്കാനാണ് മാക്സിമം ശ്രമിക്കുന്നത്. അപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കാണുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് പരിഗണിക്കണം. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് വരാം.
എത്തിയിരിക്കുകയാണ്. ഇനി ഒരു ബോർഡറിലേക്ക് ഇനി അറൗണ്ട് ഒരു 13 കിലോമീറ്ററോടെ ഉള്ളൂ. അപ്പം ഇവിടാണ് സെർണിയയിലാണ് ലാംപ്ടൺ കോളേജിൻ്റെ ഫേമസ് ആയ എല്ലാ നാട്ടിൽ നിന്ന് എല്ലാവരും നോക്കുമ്പം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരായിരിക്കും ലാംപ്ടൺ കോളേജ്. ലാംപ്ടൺ കോളേജിൻ്റെ ക്യാമ്പസ് സെർണിയയിലാണ്, മെയിൻ ക്യാമ്പസ്. അവർക്ക് മിസ്രാഗിലുണ്ട്, ടൊറന്റോയിലുണ്ട്. മെയിൻ ക്യാമ്പസ് സെർണിയയിലാണ്. എന്തായാലും ബോർഡറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബോർഡർ കവർ ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ബോർഡറിൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ബോർഡറിലെത്തി. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവർ ചെക്ക് ചെയ്ത് എന്നിട്ട് ഇപ്രാവശ്യം നമ്മളെ എക്സ്റേക്ക് വിട്ടേക്കുവാണ്. കഴിഞ്ഞ 2 പ്രാവശ്യം നൈസായിട്ട് എസ്കേപ്പ് ആയി പോയി. ഇപ്രാവശ്യം നമ്മൾ എക്സ്റേക്ക് വിട്ടു. അത്യാവശ്യം നല്ലൊരു നീണ്ട ക്യൂ ആണ്. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഇവിടെ. എക്സ്റേ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിക്കകത്ത് എന്താണെന്നുള്ളൊരു എക്സാമിൻ ചെയ്യാൻ വേണ്ടിയാണ് മെയിൻ അവർ ചെയ്യുന്നത്. നമ്മൾ ഇപ്രാവശ്യം ഉള്ളത് ക്യാപ്സ്യൂൾസ് ആണ് നമ്മുടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണോ എന്നറിയത്തില്ല. ഇപ്രാവശ്യം എന്തായാലും എക്സ്റേക്ക് വിട്ടു. അവർ നമ്മുടെ വണ്ടി എക്സ്റേ ചെയ്ത് ചെക്ക് ചെയ്യും, എന്തൊക്കെയാണ് വണ്ടിക്കകത്തുള്ളത് എന്നൊക്കെ നോക്കും. ഇൻ കേസ് അവിടുന്നും ഡൗട്ട് മാറിയില്ല, അവർക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്തൊരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഡോക്കിലേക്ക് കൊണ്ടുപോകും. ഡോക്കിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ വണ്ടിയുടെ ട്രെയിലർ സീല് പൊട്ടിച്ച് അവർ ഓപ്പൺ ചെയ്തിട്ട് നോക്കും എന്താണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന് നോക്കും. അപ്പം അങ്ങനെ വരാതിരിക്കട്ടെ. എന്തായാലും അത്യാവശ്യം നല്ലൊരു പോസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ 2 പേര് ഫുഡ് കഴിച്ചിട്ട് വിശന്നിട്ട് കണ്ണ് കാണാനും വയ്യ. ഞാനോട്ടൊന്നും കഴിച്ചില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം എവിടെയെങ്കിലും ഒരു ബ്രേക്ക് എടുത്തിട്ട് വേണം ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടി. സെർണിയ ബോർഡറിൽ പോസ്റ്റായി ജോബും ജിമിഷും. അപ്പോൾ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തു. എക്സ്റേ ഒക്കെ എടുത്ത് ആ സമയത്ത് അവർ നമ്മുടെ ഡാഷ് ക്യാം അടക്കം എല്ലാ സാധനവും എടുത്ത് ഫ്രണ്ടിൽ മാറ്റാൻ പറഞ്ഞു. ഗോപ്രോ, ഡാഷ് ക്യാം എല്ലാം. ഗോപ്രോ ഞാൻ വെച്ചിട്ടില്ലായിരുന്നു. ഡാഷ് ക്യാം അടക്കം അവർ ഊരി മാറ്റാൻ പറഞ്ഞു. അതിനകത്ത് എക്സ്റേ എല്ലാം കഴിഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. നമ്മളിപ്പോൾ മിഷിഗണിലാണ്, ജസ്റ്റ് ഇങ്ങോട്ട് പാസ് ചെയ്ത് മിഷിഗണിൽ ഫസ്റ്റ് റെസ്റ്റ് ഏരിയ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. മിഷയുടെ ഫുഡ് ചൂടാക്കുന്നു. ഈ ഫുഡ് കഴിച്ചിട്ട് വേണം പക്ഷെ കണ്ണ് കാണുന്നു. അപ്പം കടായി പനീറും നാനുമാണ് നമ്മുടെ ഇന്നത്തെ ബ്രഞ്ച്. ഇവിടുത്തെ റെസ്റ്റ് ഏരിയസ് ഒക്കെ ഒരു പൊളിയ രക്ഷയില്ല. എന്ത് നീറ്റായിട്ട് അവർ ക്ലീൻ ചെയ്യുന്നു വെച്ചേക്കുന്നതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ. അകത്തൊരു ലൈബ്രറി ആണെന്ന് തോന്നുന്നു. അപ്പം ബ്രേക്കിന് ശേഷം നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. അപ്പം ബാക്കി കാഴ്ചകൾ കുറേ കാണാം. അപ്പോൾ നമ്മുടെ ഷിഫ്റ്റ് ചേഞ്ചാണ്. ഗ്രാൻഡ് ലഡ്ജ് എന്ന് പറഞ്ഞൊരു ലൗസി കൊണ്ട് നിർത്തിയേക്കുകയാണ്. ഇപ്പം ജിമിഷ് ബ്രോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് വണ്ടി എടുക്കും. ആ സമയത്ത് എനിക്ക് ഈ വിൻഡോസും ചെളിയാണ്, ഇവിടെ എല്ലാം ചെളി അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. ഷിഫ്റ്റ് ചേഞ്ച് പെട്ടെന്ന് നടത്തണം, എന്നിട്ട് നമുക്ക് പോകണം അല്ലേ. ക്ലീൻ ചെയ്യാനുള്ള പണി അത് തന്നെ. ആശാൻ പണിക്ക് വന്നിരിക്കുകയാണ്. പണിയെടുക്കട്ടെ. ട്രെയിനിൻ്റെ വീലാണിത്. ഓക്കെ, നമ്മളിപ്പോൾ I-69 എന്ന ഹൈവേയിൽ ഇത്ര നേരം ട്രാവൽ ചെയ്തിട്ടുള്ളത്. അവിടുന്ന് മാറി I-94 എന്നൊരു ഹൈവേയിലോട്ട് കയറി.
ഇനിയിപ്പം കുറച്ച് ദൂരം പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ത്യാനാപോളിസ് എന്ന സ്ഥലത്തും അവിടെ നിന്നാണ് IIT എന്നുള്ള ഹൈവേയിലോട്ട് കയറുന്നത്. എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് ജിമിഷ് ബ്രോ ഓടിക്കുകയാണ്. ഞാൻ സ്ലീപ്പറിലോട്ട് എത്തി. ഇനി കുറച്ച് നേരം ഉറങ്ങണം. അപ്പം ഇപ്പം വെളിയിൽ നല്ല വെട്ടമാണ്. നമ്മൾ ഈ കർട്ടനൊക്കെ ഇട്ടു. ഞാനിനി എങ്ങനെ ഉറങ്ങുന്ന, അല്ലെങ്കിൽ ഈ കർട്ടൻ ഇട്ട് കഴിഞ്ഞാലും എന്തോരം വെട്ടം വരുമെന്നോ ഒക്കെ ജസ്റ്റ് നിങ്ങളെ സാമ്പിൾ കാണിച്ചു തരാം. ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്യാം. കൂരാക്കൂരി ഇരുട്ടായി. വെട്ടമൊന്നും വരത്തില്ല, പക്ഷേ കുലുക്കം, ഒരു രക്ഷയില്ലാതെ കുലുക്കമാണ്. ഉറങ്ങുന്ന കാര്യത്തിൽ അത് മാത്രമേ ഉള്ളൂ. മനസ്സൊന്ന് അഡ്ജസ്റ്റ് ആയി വരണം. ഈ ബെൽറ്റ് നമ്മളിങ്ങനെ ഹുക്ക് ചെയ്യും. മൊമെൻ്റിൻ്റെ അകത്തോട്ടാണ് നമ്മൾ കയറി കിടക്കുന്നത്. ഷീറ്റൊന്നും മര്യാദയ്ക്ക് വിരിച്ചില്ല, വിരിക്കണം. ഇതിങ്ങനെ ഹുക്ക് ചെയ്ത് ഓരോ പോയിന്റിൽ ഓരോന്നോരോന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ബെൽറ്റ് ഹുക്ക് ചെയ്യുന്നത്. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യാനാപോളിസിലാണ്. ഇന്ത്യാനാപോളിസ് എന്ന സ്ഥലത്തിന് അത്യാവശ്യം നല്ല ഫേമസ് ആയ സ്ഥലമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് മ്യൂസിയം ഉണ്ട്. അതുപോലെ തന്നെ കുറേ സ്പോർട്സ് ഇവൻറ്റ്സുകൾ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്ന വലിയൊരു സിറ്റിയാണ് ഇന്ത്യാനാപോളിസും. നമുക്ക് സമയം കിട്ടുമ്പോൾ പ്രാവശ്യം ഇപ്പോൾ ട്രക്കിന് പോകുമ്പോൾ നമുക്കിതൊന്നും എല്ലായിടത്തും കയറി കാണാനൊന്നും പറ്റത്തില്ല. അല്ലാതെ ഒരു ദിവസം വരെ വരുമ്പോൾ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കുറേ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു ദിവസം നമുക്ക് നോക്കാം. നമ്മൾ ഇന്ത്യാനാപോളിസ് കഴിഞ്ഞ് ഇപ്പം ഇല്ലിനോയ്സ് സിറ്റി കൂടെയാണ് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. എല്ലാ സിറ്റീസിനോട് ട്രാവൽ ചെയ്യുന്നത്. ഇനി ഒരു 10 കിലോമീറ്റർ ഉണ്ട് IITയിലോട്ട് കയറാൻ വേണ്ടി. അത്യാവശ്യം നല്ല തിരക്കുമുണ്ട്. വൈകുന്നേരമാണ്. വൈകുന്നേരം തന്നെ 7-7:30 നല്ല തിരക്കുമുണ്ട് അത്യാവശ്യം. IITയിലോട്ട് പോകണം. IIT പോകണം. മറ്റേ നേരെ പോണതാണ്. നമ്മള് മറ്റേ അന്ന് ഞങ്ങൾ വന്നില്ലേ സൗത്ത് ഡെക്കോട്ട, അത് നേരെ പോകാനാണ്. സൗത്ത് ഡെക്കോട്ട, നോർത്ത് ഡെക്കോട്ട. വിസ്കോൺസിനൊക്കെ ഇല്ല, അതൊക്കെ നേരെ. Take exit 5 on the right to I-80 West, then keep left. Be in either of the 2 left lanes. നമ്മുടെ ഷിഫ്റ്റ് ചേഞ്ച് കഴിഞ്ഞു. ഇപ്പം മോർണിംഗ് 5 to ഈവനിങ് 5 ആണ് നമ്മുടെ ഷിഫ്റ്റ്, ഒരാളുടെ ഷിഫ്റ്റ്. അതിനുശേഷം ഈവനിങ് 5 to മോർണിംഗ് 5 ജിമിഷ് ബ്രോ ഓടിക്കും. അങ്ങനെയാണ് നമ്മുടെ ഷിഫ്റ്റ് നോർമലി നമ്മൾ ചെയ്യുന്നത്. കാനഡ ടൈമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്.
അപ്പം നേരം വെളുത്തു. നമുക്കിനി ലൊക്കേഷനിലേക്ക് അറൗണ്ട് ഒരു 400-450 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ ഇവിടെ റെസ്റ്റ് ഏരിയ നിർത്തിയാണ്, വാഷ്റൂമിൽ പോകണമായിരുന്നു. നിഷ്പ ഉറക്കമാണ്, എത്രയും പെട്ടെന്ന് പോകണം. നമുക്കിനി അവിടെ ചെന്നിട്ട് വേണം സാധനം ഇറക്കണം. റെസ്റ്റ് ഏരിയയുടെ അവിടെ തന്നെ ഇഷ്ടം പോലെ പശുക്കൾ. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇത്രയും പശുക്കളൊക്കെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. കുറച്ച് പേരോട് നിൽപ്പുണ്ട്, കുറച്ച് പിള്ളേരെയും പശുവിനെയൊക്കെ നോക്കി കളിപ്പിച്ചോടൊക്കെ നിൽപ്പുണ്ട്. ഒരു ഫാമും ആണെന്ന് തോന്നുന്നു, അടുത്ത റെസ്റ്റ് ഏരിയയുടെ അടുത്ത് തന്നെ ഒരു ഫാമും ആണെന്ന് തോന്നുന്നു. അങ്ങനെ കൊള്ളാം. On the right to I-76 South. അറൗണ്ട് നമുക്കിനി 300 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ I-80 എന്ന ഹൈവേ നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് എടുക്കുകയാണ്. I-76 എന്ന് പറഞ്ഞ ഹൈവേ എടുക്കുന്നതാണ്. അവിടെ നാളെ ഡെൻവറിലേക്ക് പോകുന്നത്. അല്ലാതെ ഫോണൊക്കെ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലാണ് ഡെൻവർ സിറ്റി. ഡെൻവർ സിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ഡെൻവർ എന്നുള്ളൊരു പേര് ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യം കാണിച്ച് ഡെൻവർ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ നെറ്റ്ഫ്ലിക്സിലെ മണി ഹേസ്റ്റ് എന്ന സീരീസിനകത്ത് ഒരു ക്യാരക്ടറിൻ്റെ പേരാണ് ഡെൻവർ. നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓരോ സിറ്റിയുടെ പേരിടുമ്പോൾ അങ്ങനെയാണ് ഡെൻവർ എന്നുള്ള പേരിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്കറിയത്തില്ല. ഡെൻവർ സിറ്റിയിൽ കണ്ടിരിക്കേണ്ട കുറേ സ്ഥലങ്ങളും അതുപോലെ തന്നെ കുറച്ച് കൗതുകകരമായ വിവരങ്ങളും ഒക്കെ ഡെൻവർ സിറ്റിയെ കുറിച്ചുണ്ട്. അപ്പോൾ നമ്മൾ ഈ യാത്ര തന്നെ മാക്സിമം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. വണ്ടിക്ക് ഇനിയും ഡീസൽ അടിക്കണം. അപ്പോൾ അടുത്ത ലൗസിലേക്ക് നമ്മൾ കയറുവാണ്. ഇടയ്ക്ക് ലൗസ് എന്ന് പറയുന്നത് നമ്മൾ ഡീസൽ ഫില്ല് ചെയ്യുന്ന പമ്പിൻ്റെ പേരാണ് ലൗസ്. നമ്മൾ റെസ്റ്റ് ഏരിയ യൂസ് ചെയ്യുന്നതും ഷവർ എടുക്കുന്നതും എല്ലാത്തിനുള്ള ഫെസിലിറ്റിയും ലൗസിലുണ്ട്. അപ്പം നമ്മളങ്ങോട്ട് കയറുകയാണ്. നമ്മൾ ഫ്യൂൽ അടിക്കാൻ പോവാണല്ലേ. ലെറ്റ്സ് ഗോ. നമ്മൾ ട്രക്കിന് ഫ്യൂൽ അടിക്കുന്ന കൂട്ടത്തിൽ തന്നെ ബാക്കിലത്തെ റീഫർ ചെക്ക് ചെയ്യണം. അതും ഡീസലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനും ഫ്യൂൽ അടിക്കണം. അതുപോലെ ഡഫും അടിക്കണം. ശക്തമായിട്ട് തേച്ച് കഴുകുക. ബ്രേക്ക്ഫാസ്റ്റ്.
എപ്പോഴും രണ്ട് സൈഡും ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളൊരു ഇതിലേക്ക് കയറാൻ വേണ്ടി. മെയിൻലി നമ്മുടെ വണ്ടി അത്ര സ്പീഡ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് ഒരു പറന്ന് വരും. ബ്രേക്ക് വലിച്ച് ചവിട്ടാൻ അവർ പറന്ന് വന്ന് നമ്മുടെ മുന്നിൽ കൊണ്ട് ഓരോ വള്ളി കൊണ്ട് വെക്കും. അതുപോലെ തന്നെ ടേണിങ്സ് എടുക്കുമ്പോഴത്തേക്ക് മാക്സിമം കെർബുകൾ കയറാതെ നമ്മൾ ആ മിറേഴ്സ് ചെക്ക് ചെയ്യണം എപ്പോഴും. കെർബ് കയറി കഴിഞ്ഞാൽ ഇത്ര വെയിറ്റോട്ട് കെർബ് കയറി കഴിഞ്ഞാൽ ടയേഴ്സ് പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും കുറച്ച് വൈഡായിട്ട് തന്നെ വേണം വണ്ടി എടുക്കാൻ. അതുപോലെ തന്നെ ഹൈവേയിലോട്ട് നമ്മൾ ഈ കയറാൻ പോകുന്ന ഹൈവേയിലോട്ട് കയറാൻ പോകുന്നതാണെങ്കിലും ഇച്ചിരി വൈഡായിട്ട് എടുക്കണം. എന്നാലേ പ്രോപ്പറായിട്ട് നമ്മുടെ ട്രെയിലർ ലൈനിലോട്ട് മെർജ് ചെയ്ത് കയറത്തുള്ളൂ. ഈ 53 ഫീറ്റുള്ള ട്രെയിലറാണ്. അപ്പോൾ അതിൻ്റേതായ സ്പേസ് ഇട്ട് എടുത്താലേ പ്രോപ്പറായിട്ട് ലൈനിലോട്ട് മെർജ് ചെയ്ത് കയറത്തുള്ളൂ. അല്ലെങ്കിൽ ഇടയിൽ ഗ്യാപ്പ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ വണ്ടികളും ഇടയ്ക്ക് വന്ന് കയറാനൊക്കെ ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മൾ ഹൈവേയിലോട്ട് കയറുകയാണ്. നമുക്കിനി ഏകദേശം ഒരു 57 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലേക്ക്. ഡെൻവർ എന്നുള്ള സ്ഥലത്തേക്ക് ഇനി ഒരു 10, 20, 28 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ദൂരത്ത് മലകളൊക്കെ കണ്ട് തുടങ്ങി. നല്ല രസമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ മാക്സിമം അടുത്ത് എത്തിയിട്ട് എടുക്കുക എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൂരത്തുനിന്ന് തന്നെ നമുക്ക് കണ്ടതാണ്. കാരണം ഗോപ്രോ എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. മേഘങ്ങളുടെ തൊട്ട് താഴെയായിട്ട് വൈറ്റ് കളറിൽ ഫുൾ മഞ്ഞാൽ മൂടിപ്പെട്ട് മലകൾ കിടക്കുകയാണ്. കാണാത്ത വലിയൊരു ആംഗിളൊക്കെ ഇവിടെ എല്ലാം മലകളാണ്. അങ്ങനെ ചുറ്റോട് അറൗണ്ട് നല്ലൊരു ആംഗിളിൽ തന്നെ ഉണ്ട്. ഇങ്ങനെ എല്ലാം മുമ്പ് കിടക്കുകയാണ് മലകൾ. മാക്സിമം ഞാൻ അടുത്തോട്ട് നമുക്ക് വഴി അറിയത്തില്ല ഏത് റൂട്ടിലോട്ടാണ് അങ്ങോട്ട് എൻ്റെ അടുത്തോട്ട് പോകുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇതിൻ്റെ അടുത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം. ബ്യൂട്ടിഫുൾ. ഡെൻവർ ഇന്റർനാഷണൽ എയർപോർട്ട്. In the right lane. ഇവിടുന്ന് ലെഫ്റ്റ് പോവുകയാണെങ്കിൽ ഡെൻവർ ഇന്റർനാഷണൽ എയർപോർട്ട്, നമ്മൾ റൈറ്റ് ആണ് പോകുന്നത്. ഡെലിവറി ലൊക്കേഷൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്കിനിയിപ്പം ബിൽഡിങ് കണ്ടുപിടിക്കണം എവിടെയാണ്, എന്നിട്ട് വേണം നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി. ഈ വഴി കുറച്ച് ടൈറ്റാണ്, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇപ്പം ട്രക്ക് മിഡിൽ ലൈനോട് കയറ്റിയാൽ നമ്മൾ അത്രയും വണ്ടി ഒടിഞ്ഞ് കിട്ടത്തുള്ളൂ അകത്തോട്ട് കയറാൻ വേണ്ടി. അതിന് വീശി എടുക്കാം. നമ്മൾ മറ്റേ ട്രക്കാരും കുറച്ച് നമുക്ക് ബാക്കപ്പ് ചെയ്തതാണ്. ഞങ്ങൾക്ക് എടുത്ത് വീശി കുറച്ച് കൂടിപ്പോയി, അത്രയത്തിന് ആവശ്യമില്ലായിരുന്നു. അതൊരു പോട്ടെ.
അപ്പോൾ നമ്മളിവിടെ ലൊക്കേഷൻ എത്തി ബാക്കപ്പ് ചെയ്തു. ഇനിയിപ്പം അൺലോഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. വൺസ് ഇത് അൺലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് പോകാം.